സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 കർത്താവിൻ്റെ ദൈവം കർത്താവിൻ്റെ ഇടയൻ അവിടുത്തെ അജഗണം നാം അവിടുത്തെ അജഗണം നാം. കർത്താവിൻ്റെ ദൈവം കർത്താവിൻ്റെ ഇടയൻ അവിടുത്തെ അജഗണം നാം അവിടുത്തെ അജഗണം നാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവിൻ്റെ ദൈവം കർത്താവിൻ്റെ ഇടയൻ അവിടുത്തെ അജഗണം നാം അവിടുത്തെ അജഗണം നാം. കർത്താവ് കരുണാമയൻ അവനെൻ്റെ പരിപാലകൻ. കർത്താവ് കരുണാമയൻ അവനെൻ്റെ പരിപാലകൻ. വഴിയും സത്യവും ജീവനുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. വഴിയും സത്യവും ജീവനുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം.
മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവൻ സ്നേഹനിധി പാപങ്ങൾ ക്ഷമിക്കുന്നവൻ. കർത്താവൻ സ്നേഹനിധി പാപങ്ങൾ ക്ഷമിക്കുന്നവൻ. ശക്തിയും ബലവും കോട്ടയുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. ശക്തിയും ബലവും കോട്ടയുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവിൻ്റെ ദൈവം കർത്താവിൻ്റെ ഇടയൻ അവിടുത്തെ അജഗണം നാം. അവിടുത്തെ അജഗണം നാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയവും നമ്മുടെ ഹൃദയവും എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ചില തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ടെത്താം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു. കാരണം അവൻ്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്ന ഒരു സുഹൃത ജപമുണ്ട്. ഈശോയുടെ എത്രയും മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ എന്ന്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ജപം ചെയ്ത് അനുദിനം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് വിശുദ്ധീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, മോഷണം, കലഹം, ദുഷ്ടത, അസൂയ, വഞ്ചന ഇങ്ങനെയുള്ള പാപങ്ങൾ പുറപ്പെടുന്നത് എന്ന് ഈശോ മിശിഹ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കി മാറ്റുന്നത്. ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന്, നല്ല ചിന്തകളിൽ നിന്ന്, നല്ല ഭാവനകളിൽ നിന്ന് നല്ല വാക്കുകളും ജ്ഞാനവും പ്രബോധനവും ഒക്കെ പുറപ്പെടുവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും തിരുവചനങ്ങളിലൂടെ ക്ഷണിക്കുകയാണ്. ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. ഒറ്റ നോട്ടത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്ത് ദുഷ്ടതയാണുള്ളത്, ഞാൻ അങ്ങനെ അല്ലല്ലോ എന്ന് ഒരുപക്ഷെ
നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവം നമ്മളിങ്ങനെ കാണുകയാണ്. എലീശ പ്രവാചകൻ ഒരു വ്യക്തിയെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവൻ തൻ്റെ യജമാനനായ രാജാവിൻ്റെ സന്ദേശവുമായിട്ട് പ്രവാചകനെ സമീപിക്കുകയാ. രോഗഗ്രസ്തനായി കിടക്കുന്ന രാജാവിന് രോഗസൗഖ്യം വേണം. അതിന് പ്രവാചകനോട് ദൈവഹിതം ആരായാനായിട്ട് വരികയാണ്. ഈ മനുഷ്യനെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് തിരുവചനം പറയുകയാണ്, എലീശ പ്രവാചകൻ പൊട്ടിക്കരയുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, പ്രഭു, അങ്ങ് എന്തിനാണ് കരയുന്നത്? വളരെ താഴ്മയോടെയാ ചോദിക്കുക, പ്രഭു, അങ്ങ് എന്തിനാണ് കരയുക? പ്രവാചകൻ കരഞ്ഞത് അവൻ്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന ദുഷ്ടത കണ്ടിട്ട. പ്രവാചകൻ പറയുകയാ, നീ ചെയ്യാൻ പോകുന്ന ദുഷ്ടതയോർത്തിട്ട് തന്നെ. ഈ മനുഷ്യൻ വളരെ താഴ്മയോടെ ചോദിക്കുകയാ, ഈ നിസാരനായ ഞാനാണോ ദുഷ്ടത പ്രവർത്തിക്കുക? എന്നെ കണ്ടിട്ട് പ്രവാചകൻ അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ, ഈ നിസാരനായ ഞാൻ ദുഷ്ടത പ്രവർത്തിക്കുമെന്ന്? പ്രവാചകൻ പറയുകയാ, നീ നിന്റെ രാജാവിൻ്റെ ദേശം കൈയടക്കും. നീ നിന്റെ ദേശം വിസ്തൃതമാക്കാൻ വേണ്ടി ഗർഭിണികളുടെ ഉദരം പിളരും, കുഞ്ഞുങ്ങളെ നിലത്തടിച്ച് കൊല്ലും, നീ ദുഷ്ടനായിട്ട് തീരും, നീ കലാപങ്ങളും അക്രമങ്ങളും യുവാക്കളെ വാളിനിരയാക്കുകയൊക്കെ ചെയ്യും. ഇത് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് പ്രവാചകൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ടതുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഈ മനുഷ്യനോട് പറയുകയാ, നീ ഇതൊക്കെ ചെയ്യും. ഈ മനുഷ്യന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഹസായേൽ എന്ന മനുഷ്യൻ രാജസന്നിധിയിൽ മടങ്ങിയെത്തുമ്പോൾ രാജാവ് ചോദിക്കുകയാ, ദൈവപുരുഷൻ എന്തു പറഞ്ഞു? അങ്ങ് തീർച്ചയായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാജാവിൻ്റെ മുഖത്ത് പുതപ്പ് കൊണ്ട് മൂടി രാജാവിനെ വധിച്ച് രാജാവായിത്തീരുന്ന ഹസായേലിൻ്റെ ചിത്രം നമുക്ക് മറക്കാതിരിക്കാം. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ നിസ്സാരന്മാരാണ്, എളിമയുടെ പര്യായമാണ്. പക്ഷേ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന അണുബോംബിനേക്കാൾ മാരകമായ പ്രകടശേഷിയുള്ള ചില ദുഷ്ടതയുടെ വിത്തുകൾ ഹൃദയത്തിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിനോട് ചേരാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാൻ. പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുകയാ, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന്. ഇത് ഭൗതികമായ ഒരു വാക്കല്ല. എത്രമാത്രം ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു ആഹ്വാനമുണ്ട്, ചിന്ത കൊണ്ടും ഭാവന കൊണ്ടും. വാക്ക് പറയാതിരിക്കുന്നതിലല്ല. നമ്മുടെ ഹൃദയത്തിൽ തിന്മയുടെ വിത്തുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്കിൽ, തിന്മയുടെ സ്വാധീനങ്ങൾ കുടിയിരിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയുക. ഈശോയുടെ ഹൃദയത്തിൽ ചേരാത്ത വിചാരങ്ങളും ഭാവനകളും നമ്മളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ അത് ഈശോയുടെ തിരുരക്തം കൊണ്ട് തന്നെ കഴുകി ശുദ്ധമാക്കപ്പെട്ട നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാനായിട്ട് പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. തിരുവചന ധ്യാനത്തിലൂടെ, കൂദാശ സ്വീകരണങ്ങളിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ, ഈശോയുടെ ഹൃദയത്തിൻ്റെ ചൂടും ചൂരും അനുഭവിച്ചറിയാൻ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കിട്ടുന്ന സമയമൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ ഈശോയുടെ ചൈതന്യം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയുമ്പോൾ എൻ്റെ വാക്കുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ഭാവനകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ ഈശോയുടെ ഇഷ്ടം നിറവേറപ്പെടുന്നത് ദൃശ്യമായിട്ടും അദൃശ്യമായിട്ടും നമുക്ക് കണ്ടറിയാനും അനുഭവിച്ചറിയാനും സാധിക്കും. കാരണം സങ്കീർത്തനം 7:9 പറയുകയാ, നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മകൾക്ക് അറുതി വരുത്തണമേ, നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. നീതിമാനാകണമെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടാവണം.
ഹൃദയത്തിൽ നന്മയുണ്ടാവണം. പ്രവാചക വചനം നമ്മൾ കാണുന്നുണ്ടല്ലോ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2:13 എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ജീവജലത്തിൻ്റെ ഉറവയൊഴുകുന്നത് ഈശോയുടെ കുത്തിത്തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ജീവജലത്തിൻ്റെ ഉറവ. തിരുരക്തവും തിരുജലവും ഈശോയുടെ ഹൃദയത്തിലെ അവസാന തുള്ളി വരെ ഒഴുകിയിറങ്ങിയത് എനിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ഈ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക്, ഒരു നന്മയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈശോയുടെ ഹൃദയത്തിന് ചേർന്ന ഹൃദയമുള്ള വ്യക്തിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാണ്, അത് ശോചനീയമായ വിധം ദുഷിച്ചതാണ്, അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? ജെറമ്യാ 17:9 തിരുവചനം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാ. ഈ നാളുകളിലെ പത്രമാധ്യമങ്ങളിലൂടെ, മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, ഈ ലോകം എന്തേ ഇങ്ങനെ, ഈ ലോകം എന്തേ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നു? തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ പോലും സംരക്ഷിക്കണമെങ്കിൽ അമ്മമാര് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. കാരണം സ്വന്തം പിതാവിനെയോ വീട്ടിലുള്ള മറ്റംഗങ്ങളെയോ ഈ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് ഹൃദയങ്ങള് അന്ധകാരത്തില് ആണ്ടുപോയി. ആസക്തികള് ഹൃദയത്തെ കീഴടക്കി. ചെയ്യുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഉള്ള സാമാന്യ ബോധം പോലും നഷ്ടപ്പെട്ടിട്ട് ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനായിട്ട് അധപ്പതിച്ചു പോകുമ്പോൾ ഹൃദയത്തിലെ എണ്ണ വറ്റിപ്പോയി. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് കരയുകയാ, നെടുവീർപ്പെടുകയാ. നമ്മുടെ കാവൽ മാലാഖമാര് നമുക്ക് സമീപത്ത് അദൃശ്യരാണെങ്കിലും നിന്ന് കരയുകയാ. കാരണം ഹൃദയത്തിൽ നന്മയില്ല, കരുണ വറ്റിപ്പോയി. ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഒക്കെ പുറകെ മനുഷ്യർ പരക്കം പായുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമയായി പോകുന്നത് കാണുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ, മറ്റു വ്യക്തികളുടെ മുമ്പിൽ മുഖം മൂടി അണിഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാ, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാ, ഇതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? ഈ കാപഠ്യത്തിൻ്റെ മുഖം ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ, തിരുജലത്താൽ കഴുകപ്പെടാനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം, സമർപ്പിക്കാം. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോഹന്നാനോടും മറ്റ് വിശിഷ്ടമായ വ്യക്തിത്വങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ കുത്തി തുറക്കപ്പെട്ട ഹൃദയം കാണുമ്പോൾ തുറന്നു കൊടുക്കണം. കർത്താവേ, എൻ്റെ ഹൃദയം മലിനമാണ്, വീണുടഞ്ഞ മൺപാത്രം പോലെ തകർന്ന ഒരു ഹൃദയവും മനസ്സും എനിക്കുള്ളത്. ആസക്തികൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ, തിന്മകളുടെ കൂടാരമാണ് ഹൃദയമെങ്കിൽ, ദുഷിച്ച ചിന്തയും ഭാവനയുമാണെങ്കിലും കർത്താവിൻ്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം എന്നെ വിളിക്കുന്നുണ്ട്, നിന്നെ വിളിക്കുന്നുണ്ട്. ആ കുരിശിൻ ചുവട്ടിലേക്ക് വാ, നമുക്ക് രമ്യതപ്പെടാം. ആ കർത്താവിൻ്റെ വിളി ഒന്ന് കേൾക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരം ഒന്ന് കേൾക്കാൻ, ആ കുരിശിൻ ചുവട്ടിൻ്റെ മുമ്പിൽ അല്ലെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിച്ച് ഈ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്നതുപോലെ ഈശോയുടെ ഹൃദയത്തിന് ഒത്തിണങ്ങിയ ഒരു ഹൃദയം രൂപപ്പെടാനായിട്ട് ഇനിയും വൈകാതിരിക്കാം. സുഭാഷിതം 7-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എൻ്റെ ഉപദേശങ്ങൾ കൺമണി പോലെ കാത്തുകൊള്ളുക, അവ നിന്റെ വിരലുകളിൽ അണിയുക, ഹൃദയത്തിൽ കൊത്തിവെക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഒരാഹ്വാനമാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങൾ ഹൃദയത്തിൽ കൊത്തിവെക്കുക.
വിരലുകളിൽ മുദ്രയായിട്ട് അണിയുക. അതിനൊരു പ്രത്യേകമായ ഒരു വിളിയുണ്ടാവണം, ഒരു ദാഹമുണ്ടാവണം. കർത്താവിൻ്റെ ഉപദേശങ്ങളോട്, ദൈവവചനത്തോട്, സഭാപ്രബോധനങ്ങളോട് തീർച്ചയായും നല്ല തുറവിയുള്ള വ്യക്തിയാണ് എങ്കിൽ, വിശുദ്ധ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, വിശുദ്ധ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനും നിങ്ങളും വ്യാപരിക്കുന്ന മേഖലകളിൽ ചരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രബോധനത്തിൽ അടിസ്ഥാനമായി നിന്നുകൊണ്ട് സഭയെ ശുശ്രൂഷിക്കാൻ, ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഹൃദയത്തിലെ നന്മ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും ഏകാന്തതകളും ഒക്കെ കടന്നു വരും. ഇവിടെ തിരുവചനം നമ്മളോട് പറയുകയാ, സുഭാഷിതം 14:13 ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്. ഒരുപക്ഷെ ദുഃഖം നിറഞ്ഞിരിക്കുമ്പോൾ പോലും നല്ലൊരു പുഞ്ചിരി പുറപ്പെടുവിക്കണമെങ്കിൽ ഹൃദയത്തിലെ നൈർമല്യത്തിൽ നിന്നാണ് സാധിക്കുക. അത് നമ്മൾ കാണുന്നത് വീണ്ടും കാൽവരിയിലെ കുരിശിലാണ്. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, എൻ്റെ മുതുകിൽ അവർ നീളത്തിൽ ഉഴവുചാലു കീറിയെന്ന് സങ്കീർത്തകനിലൂടെ വിലപിക്കാൻ തക്ക വിധത്തിൽ ദാരുണമായ പീഡകൾ അനുഭവിച്ച ഈശോ സമീപത്ത് കിടക്കുന്ന നല്ല കള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലായിരിക്കും. മറ്റൊരു പ്രാർത്ഥനയും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ദുഃഖം നിറഞ്ഞിരിക്കുമ്പോഴും മരണത്തോടും മല്ലടിക്കുമ്പോഴും അവരനെ കരുതാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചൂടും ചൂരും അനുഭവിക്കുമ്പോൾ സ്വയം മറന്ന് മറ്റുള്ളവരെ കരുതാൻ, വേദനകളിൽ ആശ്വാസമാകാൻ എനിക്ക് കഴിയണമെന്നുണ്ട് എങ്കിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ ചൂടും ചൂരും അനുഭവിക്കണം. ഇതുപോലെ ഈശോയുടെ വക്ഷസ്സിൽ ചാരിക്കിടന്ന് ഈശോയുടെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കിയ, അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ ശിഷ്യനാണ് യോഹന്നാൻ ശ്ലീഹ. മറ്റെല്ലാവരും ഓടിപ്പോയപ്പോഴും കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന്, സഹരക്ഷകയോട് ചേർന്ന് നിന്ന് ഈശോയുടെ ആ സ്നേഹം മുഴുവൻ അനുഭവിച്ചറിഞ്ഞ വിശിഷ്ട ശിഷ്യൻ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദീപികാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, ദാഹത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവവചനം ശ്രവിക്കുമ്പോൾ, സഭാപ്രബോധനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ ചൂടും ചൂരും നമ്മളറിയാതെ ഈശോ ശ്രേഷ്ഠ ശിഷ്യനായ യോഹന്നാന് കൊടുത്തതുപോലെ നമുക്കും തരും. പുതിയ വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ, ഒരു നല്ല കുടുംബനാഥനാകാൻ, നല്ല അപ്പനാകാൻ, അമ്മയാകാൻ, നല്ല മകനാകാൻ, മകളാകാൻ, നല്ല ഭാര്യയാകാൻ, നല്ല ഭർത്താവാകാൻ ഈശോയുടെ ഹൃദയത്തെ ധ്യാനിക്കണം. ഈ ഹൃദയത്തിൻ്റെ സവിശേഷതകൾ സ്വന്തം ഹൃദയത്തിലേക്ക് സ്വായത്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിനു വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയുടെ തിരുഹൃദയ ജപം ചെല്ലുമ്പോൾ വെറുതെ അനുഷ്ഠാനമായി ചൊല്ലിപ്പോകാതെ ഈശോയുടെ വേദനകളെ, ഈശോയുടെ സ്നേഹത്തെയൊക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവം കൈകൂപ്പുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കൊക്കെ ഒഴുകി ഇറങ്ങി വരും. വിശുദ്ധ അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചില്ലേ, ഈശോയെ, എന്നെ നിന്റെ തിരുഹൃദയ ജ്വാലയിലെ ചെറിയൊരു പൊരിയാക്കി മാറ്റണേ. ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ആ ജ്വാലയിലെ ചെറിയൊരു കണികയാകാനുള്ള ആ ഒരു ദാഹം ആ വിശുദ്ധ സമർപ്പിതയ്ക്ക് സമർപ്പിച്ചത് സഹനങ്ങളാണ്, വേദനകളാണ്.
ഈ വേദനകളെ അനുഭവിക്കുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിൽ ഒരു കണികയെങ്കിലും ആകാൻ, ഒരു ചെറിയ പൊരിയെങ്കിലും ആകാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഉദരത്തിൽ ഈശോയെ സ്വീകരിച്ച അമ്മ അതിനു മുമ്പേ ദൈവപിതാവിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ചിരുന്നു. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് ശിമയോൻ ദീർഘദർശി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മറിയത്തോട് ദൂത് പറയുമ്പോൾ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. വ്യക്തമായിട്ട് വചനം പറയുകയാണ്, ഈശോയെ കാണാതെ 3 ദിവസം അന്വേഷിച്ചിട്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടെ ചോദ്യങ്ങളില്ല, അവിടെ യുക്തിചിന്തയില്ല, അവിടെ വിലപേശലില്ല. എല്ലാം ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. നമുക്കും പരിശുദ്ധാത്മാവ് തരുന്ന നല്ല ചിന്തകളെ, നല്ല ഭാവനകളെ, നല്ല ഉൾക്കാഴ്ചകളെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ട് നമ്മുടെ ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മുടെ ജീവിതം കൊണ്ട് പുറപ്പെടുവിക്കാൻ, നല്ല ഒരു ഹൃദയത്തിന് ഉടമയായി തീരുവാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാപരിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന